എവിടെയോ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ. ആ കല്യാണം ഈ മൈക്കൊന്ന് കണക്ട് ചെയ്യും. ഇതിനിടയ്ക്കെല്ലാം സോഷ്യൽ മീഡിയ വൈറലായ ആളല്ലേ? പേരെന്തായിരുന്നു? എന്റെ പേര് രേഖ, അറിയപ്പെടുന്നത് രേഖ സ്നേഹപ്പച്ച എന്നാണ്. എന്റെ ഒഫീഷ്യൽ നെയിം രേഖ എസ് നായർ. എന്റെ സംഭവം എന്തായിരുന്നു? സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഒരു മാരേജ് എൻക്വയറി നടത്തിയപ്പോൾ അവര് ഫോട്ടോസ് അയച്ച കൂട്ടത്തിൽ ഫസ്റ്റ് ഫോട്ടോ എന്റെ ഫോട്ടോ തന്നെയാണ്. അതെങ്ങനെ പറ്റി? അവരാണെങ്കിൽ ഈ മാരേജ് ബ്യൂറോക്കാർ ഓരോരുത്തരുടെ എൻക്വയറിക്ക് അനുസരിച്ചുള്ള നമ്പറുകൾ ഇടും. ആ നമ്പറുകൾ എടുത്തിട്ട് ഇവർ പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ ഫോട്ടോകൾ അയക്കും. അത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഫോട്ടോസാണ് കൂടുതലും എടുക്കുന്നത്. ആരാന്നൊന്നും തിരക്കുന്നില്ല. അങ്ങനെ അബദ്ധവശാൽ എന്റെയും ഫോട്ടോ എടുത്ത് അവരിങ്ങനെ സ്പ്രെഡ് ചെയ്തു. അത് ലാസ്റ്റ് സ്വന്തം ബ്രദറിനെ എന്റെ ബ്രദറിന്റെ കല്യാണത്തിന്റെ ഒരു എൻക്വയറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചു ഇവർക്ക്. അപ്പൊ ഇവര് പ്രൊഫൈലൊന്നും ഇല്ലായിരുന്നു അതിനകത്ത് വേറെ ഞാനൊന്നും എന്റെ ഫോട്ടോ ഒന്നും ഇടാതെ തന്നെ ഞാൻ അങ്ങോട്ട് എൻക്വയറി ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞു 2-3 കുട്ടികളുണ്ട്, നമുക്ക് വേണമെങ്കിൽ നോക്കാം, നിങ്ങളുടെ ഡിമാൻഡ്സ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ എന്നിട്ട് എന്റെ അനിയന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളും നമുക്ക് ഏജും സ്ഥലവും ജോലിയും എല്ലാം പറഞ്ഞു. അതിനുശേഷം ഇവര് പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഫോട്ടോസ് പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ പറഞ്ഞു അയച്ചോളൂ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫോട്ടോ വന്നത് എന്റെ ഫോട്ടോ തന്നെയാണ്. റാന്നി വടശ്ശേരിക്കര സ്വദേശിയാണ്, 30 വയസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറയണോ? 39 വയസ്സുണ്ട്. മാരീഡ് ആണ്, 2 കുട്ടികൾ, ഒരു കെട്ടിയോനും 2 കുട്ടികൾ, ഒരു കുട്ടികളുള്ള ആളാണ്. എന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലായെന്ന് ഞാൻ അവരെ ധരിപ്പിച്ചില്ല. അപ്പൊ ഞാൻ അവരോട് വീണ്ടും കോൺവെർസേഷൻ തുടർന്നു. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ, എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടു, ഡീറ്റെയിൽസ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഡീറ്റെയിൽസ് തരണമെങ്കിൽ. പേരിട്ടിരുന്നത് റാന്നി സ്വദേശി, പേര് ഞാൻ മറന്നുപോയി, എന്തോ ഒരു പേരായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. പേര് 2-3 പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവര്. രമ്യ എന്നാണ് ഇട്ടിരുന്നത്, രേഖ രമ്യ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരി, നിങ്ങൾ ഇവരുടെ ഡീറ്റെയിൽസ് തരുമെന്ന് പറഞ്ഞു. 1500 ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഒരു ഗൂഗിൾ പേ നമ്പർ തന്നു. ഗൂഗിൾ പേ ചെയ്തോ? ഇല്ല, നമുക്കിത് തട്ടിപ്പാണ്. നമ്മുടെ ഫോട്ടോ വന്നപ്പോഴേ നമുക്ക് തട്ടിപ്പാണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ ഓഫ്ലൈനിലിട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു പൈസ പോയി, പക്ഷെ നിങ്ങൾക്ക് വന്നോന്ന് ചെക്ക് ചെയ്യുന്നൊക്കെ ഞാനും അങ്ങോട്ട് പറഞ്ഞു. ഇച്ചിരി അത്യാവശ്യം കളത്തരം ഞാനും അങ്ങോട്ട് കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞില്ല പൈസ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഗൂഗിൾ പേ നമ്പർ വെച്ച് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ അന്വേഷിച്ചപ്പോൾ ഇത് അടൂർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ നേരെ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ കണക്ട് ചെയ്തു. അങ്ങനെയാണ് ഇവർ അടൂർ പറക്കോട് സ്വദേശികളാണെന്ന് അറിഞ്ഞു. പിന്നെ അവരുടെ അടുത്തോട്ട് പോയി നമ്മൾ തന്നെ പോലീസുകാർക്ക് ഇവരെ കണ്ടെത്തി കൊടുക്കുമായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ലൊക്കേഷൻ കണ്ടെത്തി 2 പേരെ കൊടുത്തു. 3-ാം പ്രതിയെയും 2-ാം പ്രതിയെയും മാത്രമാണ് കിട്ടിയത്. 1-ാം പ്രതിയെ അന്നേരം കിട്ടിയില്ല. അദ്ദേഹം ഫോൺ ഓഫ് ചെയ്തിട്ട് എസ്കേപ്പായി. എറണാകുളത്താണെന്നാ അറിഞ്ഞേ. പക്ഷെ ഇതുവരെ അവർ കണ്ടുപിടിക്കാനോ, അതിനകത്ത് എനിക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്രയും ഒരു കള്ളം നമ്മളത് തെളിയിച്ചു. അങ്ങനെ ആയപ്പോൾ എനിക്ക് വിഷമമുണ്ട്. മാസം ഇപ്പം 2 മാസം കഴിഞ്ഞു, 3 മാസമായി. നവംബർ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. നവംബർ 13-ാം തീയതിയായി സംഭവം നടക്കുന്നത്. ഇന്നിപ്പം ജനുവരി മാസം തീർന്നു, 31 എന്നിട്ട് എനിക്ക് വിഷമമുണ്ട്. കാരണം നമ്മൾ അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് 2 പേരെയും നമ്മൾ ചെയ്തു കൊടുത്തു. എന്നിട്ട് 1-ാം പ്രതിയെ പിടിക്കാൻ ഇതുവരെ പോലീസുകാർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അവരൊക്കെ ഈ നിയമത്തിന് സപ്പോർട്ട്, ഈ ഇങ്ങനെയുള്ള ക്രിമിനൽസിന് സപ്പോർട്ട്. പത്തനംതിട്ട സ്റ്റേഷനിലായിരുന്നു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പിന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. എന്നിട്ട് പോലും അതിനകത്തൊരു ആക്ഷൻ എടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. ബ്രദറിന് കല്യാണമായി, അടുത്ത ഞായറാഴ്ച കല്യാണമാണ്, 2-ാം തീയതി കല്യാണമാണ്. ആ ഒരു പരിപാടിയോടെ അവന് കല്യാണമായി. അത് എങ്ങനെയോ വന്നു പെട്ടു. കല്യാണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസ് ഒക്കെ ഇടുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റൈറ്റ് ആണ്. ഫോട്ടോ ഇപ്പൊ ഒരു പെൺകുട്ടി ഫോട്ടോ ഇട്ടാൽ വലിയൊരു പ്രശ്നം എന്ന് ഞാൻ ധരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഈ ഫോട്ടോസ് എടുത്ത് മിസ്യൂസ് ചെയ്യുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഞാൻ മിക്കവാറും ഇങ്ങനെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവരൊരു ബ്ലറർ ആക്കിയിട്ടാണ് ആ ഫോട്ടോ ഇട്ടത്. ആ കുറിയുടെ ഭാഗത്ത് ബ്ലറർ ആക്കിയിട്ടാണ് ഇട്ടത്. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു അത് എന്റെ ഫോട്ടോ തന്നെയാണെന്ന്. ആദ്യം ഇതൊരു തമാശ മട്ടി നമ്മൾ എടുത്തെങ്കിൽ ഇത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ചിലപ്പോൾ ഞാൻ ആയതുകൊണ്ട് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അവരുടെ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ സൂയിസൈഡ്. ഞങ്ങളുടെ ഫാമിലിയിലൊന്നും എനിക്ക് സപ്പോർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം വേറൊരു ഫാമിലിയിലാണെങ്കിൽ പെട്ടെന്ന് അവർ അയച്ചു കൊടുത്തയാന്നുള്ള രീതിയിൽ ആ ഫാമിലിയിൽ തന്നെ പ്രോബ്ലംസ് വരും. നീ തന്നെ അയച്ചു കൊടുത്തല്ലേ എന്ന് വെച്ചാണെങ്കിൽ ഹസ്ബൻഡ് ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. അതോടൊപ്പം ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ കുറച്ചെങ്കിലും നിയമത്തിന് മുന്നിൽ എത്തിച്ച് കുറെയെങ്കിലും വാർണിംഗ്സ് ഒക്കെ കൊടുക്കണം. കുറച്ച് നാൾ അകത്തിട്ടിട്ട് 1-ാം പ്രതിയെ പിടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സൈബർ പോലീസിന് പോലും അവർ അഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതൊക്കെ വിഷമം തോന്നി. ഈ ഇങ്ങനെ ഒരു ചാനലിന്റെ മുന്നിലായതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്.